നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ കോൺഗ്രസ് അനുകൂല ബുദ്ധിജീവിയാണ് യോഗേന്ദ്ര യാദവ്. തികഞ്ഞ BJP വിരുദ്ധമായ യോഗേന്ദ്ര യാദവ് സ്വയം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റായാണ് വിശേഷിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോളുകൾ മുഴുവൻ BJPക്ക് വലിയ വിജയം പ്രഖ്യാപിച്ചപ്പോൾ BJP അത്ര വലിയ മാർജിനിൽ വിജയിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് യാദവ്. എന്നാൽ എക്സിറ്റ് പോളുകൾ പറഞ്ഞതുപോലെ ഇത്തവണയും BJP അനുകൂല ട്രെൻഡ് ഇന്ത്യൻ ജനതയിൽ കണ്ടിരുന്നുവെങ്കിലും ഉത്തരേന്ത്യയിൽ ജാതി രാഷ്ട്രീയം കളിച്ച് കോൺഗ്രസ് തങ്ങളുടെ കുടില ബുദ്ധി പ്രാവർത്തികമാക്കുകയായിരുന്നു. 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി ഉയർത്തിക്കൊണ്ടുവന്ന ജാതിരഹിത ഇന്ത്യ എന്ന സങ്കല്പത്തെയാണ് വെറും ഒരു തിരഞ്ഞെടുപ്പ് കാലം കൊണ്ട് കോൺഗ്രസ് തകർത്തെറിഞ്ഞത്. ഇതിലൂടെ ഇന്ത്യൻ ജനതയെ പതിറ്റാണ്ടുകളായാണ് കോൺഗ്രസ് പുറകിലേക്ക് നടത്തിയത്. ഭരണം ലഭിക്കുവാൻ എന്ത് നാറിയ കളിയും കോൺഗ്രസ് മടിക്കില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമായി ഇത്തവണ കോൺഗ്രസിന് UPയിൽ ലഭിച്ച സീറ്റുകൾ. എന്നാൽ തുടക്കം മുതൽക്കേ തന്നെ കോൺഗ്രസിനോടൊപ്പം നിന്ന യോഗേന്ദ്ര യാദവ് ഇപ്പോൾ വലിയൊരു സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. BJP ദക്ഷിണേന്ത്യയിൽ ഉണ്ടാക്കിയ വൻ മുന്നേറ്റം രാജ്യത്ത് വലിയ രീതിയിൽ സഹായിക്കും എന്നാണ് യോഗേന്ദ്ര യാദവ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. വിഘടനവാദികൾ വലിയ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്ന നോർത്ത് സൗത്ത് വിഭജനം ഇനി നടക്കില്ല എന്നാണ് യോഗേന്ദ്ര യാദവ് തുറന്നു പറഞ്ഞത്. ഇടത് ലിബറലുകളും കോൺഗ്രസും തമിഴ്നാട്ടിലെ പല അരാഷ്ട്രീയവാദികളും മുന്നോട്ട് വയ്ക്കുന്ന അപകടകരമായ ഒരു നറേറ്റീവാണ് നോർത്ത് സൗത്ത് വിഭജനം. നോർത്ത് ഇന്ത്യ വേറെ തന്നെ ഒരു രാജ്യമാണ് എന്നും സൗത്ത് ഇന്ത്യ വേറൊരു രാജ്യമാണെന്നുമുള്ള ആഖ്യാനങ്ങളാണിത്. ഈ ആഖ്യാനം ഉയർത്തുന്നതിൽ തീവ്ര മുസ്ലിം സംഘടനകളും DMK പോലുള്ള തീവ്രവാദ രാഷ്ട്രീയം കൊണ്ട് നടക്കുന്നവരും ഒരുപോലെ പങ്കെടുക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് കോൺഗ്രസ് പൊതുവെ പുലർത്താറുള്ളത്. രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിൽ നിന്നും മത്സരിക്കുന്നത് പോലും ഈ ഒരു ആഖ്യാനത്തെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ BJP ദക്ഷിണേന്ത്യയിൽ ശക്തി പ്രകടനം നടത്തിയ ഒരു തിരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. തമിഴ്നാട്ടിൽ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും തങ്ങളുടെ ശക്തി BJP 10 മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു അർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വലിയൊരു വിജയമാണ്. കർണാടകം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ വൻ കുതിപ്പ് തന്നെയാണ് BJP നടത്തിയതും. BJP ഇവിടെ ശക്തി ആർജിച്ചതോടെ സൗത്ത് നോർത്ത് വിഘടനം ഇനി ഒരിക്കലും ദക്ഷിണേന്ത്യയിൽ നടക്കില്ല എന്നാണ് കടുത്ത BJP വിരോധവും വലിയ കോൺഗ്രസ് രാഹുൽ ഗാന്ധി അനുഭാവിയുമായ യോഗേന്ദ്ര യാദവ് വെളിപ്പെടുത്തിയത്. അതായത് രാജ്യത്തെ ഒരുമിച്ച് ഐക്യദാർഢ്യത്തോടെ കൊണ്ടുപോകാൻ BJP തന്നെ വേണമെന്ന് എതിരാളികൾക്ക് പോലും അറിയാമെന്നത് ചുരുക്കം.